Good morning. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു അല്ലെ, ഹൗസ് കീപ്പിംഗ് സർവീസസ്. എന്താ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് കീപ്പിംഗ് മീൻസ് ക്ലീനിങ് അല്ലെ, ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിലെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ പ്രൊവിഷൻ ഓഫ് ക്ലീൻ, കംഫർട്ടബിൾ ആൻഡ് സേഫ് എൻവയോൺമെന്റ് അല്ലെ. നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഹോസ്പിറ്റലിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് വർക്കിലൂടെ ചെയ്യുന്നത്. ക്ലീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. So that the housekeeping is the basic need of a hospital industry. ഹോസ്പിറ്റൽ വ്യവസായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു, ഇവിടെ കൊടുക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. Housekeeping service is otherwise called the environmental service, are very important in providing safe, clean, pleasant, orderly and functional environment for both the patient and the hospital officials. ഹോസ്പിറ്റലിലെ പേഷ്യൻസിനും അതുപോലെ ഒഫീഷ്യൽസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, പ്ലസന്റ് ആയിട്ടുള്ള, ഓർഡർലി, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷമാണ് ഈ ഹൗസ് കീപ്പിംഗിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എൻവയോൺമെന്റൽ സർവീസ് എന്നും അറിയപ്പെടുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നോക്കിയേ, പറഞ്ഞത് നമ്മള് ദ 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് എന്താണ്? ടു cleaning and sanitizing high-touch surfaces in patient room and rest rooms. Patient റൂമുകളില്, റെസ്റ്റ് റൂമുകളിലൊക്കെ എന്താണ് ക്ലീനിങ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, എവിടത്തെ സർഫസുകളൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്. പിന്നെ അടുത്ത് നോക്കിയാൽ ടു ഫില്ലപ്പ് എംപ്റ്റി പേപ്പർ ടവൽ, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ് ഇതൊക്കെ ഫില്ല് ചെയ്യുക. ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. അതൊന്ന് കറക്റ്റ് ചെയ്തേരെ കേട്ടോ. പ്രോപ്പർലി എന്നാണ് കേട്ടോ, പ്രോപ്പർട്ടി അല്ല, പ്രോപ്പർലി എന്നാക്കുക. പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. ഇത് മൂന്നുമാണ് ഹൗസ് കീപ്പിംഗിന്റെ ടാസ്കുകൾ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് പറഞ്ഞത് ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു വൃത്തിയുള്ള, ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകള് നിറവേറ്റുക, സമൂഹത്തിന്റെ പ്രതീക്ഷകള് നിറവേറ്റുക. അടുത്ത നോക്കിയേ, ടു ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി നിലനിർത്തുക. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. ഇത് 4 ഇവ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഈ 4 പോയിന്റ്സ് വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അതൊന്ന് ടിക്കറ്റ് വെച്ചോ കേട്ടോ. 4 പോയിന്റ്സും ഒന്ന് ടിക്കറ്റ് വെക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്: കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ. എൻവയോൺമെന്റ്, ENVIRONMENT, അന്തരീക്ഷം. കോമൺ സാനിറ്റേഷൻ, ശുചീകരണം. ക്ലീൻനെസ്, കംഫർട്ടബിൾ എൻവയോൺമെന്റ്, ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്, ഒരു സുഖപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. നീറ്റ് ആയിട്ടുള്ള, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്ത് നോക്കിയാൽ ഡെവലപ്പിംഗ് പൊളൈറ്റ്
reliable and friendly atmosphere. And plus എന്നല്ല ട്ടോ, friendly atmosphere എന്നാക്കുക ട്ടോ. ഇതൊന്ന് കറക്റ്റ് ചെയ്തേരെ. atmosphere, ATMOSPHERE, അന്തരീക്ഷം. എങ്ങനത്തെ അന്തരീക്ഷം സൃഷ്ടിക്കുക? ഡെവലപ്പിംഗ് പൊളൈറ്റ്, ഒരു മര്യാദയുള്ള, റിലയബിൾ, വിശ്വസനീയമായ, ആൻഡ് ഫ്രണ്ട്ലി, ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. പിന്നെ അടുത്ത് നോക്കിയ തേർഡ് പോയിന്റ്, ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പാർട്ടി റിലേഷൻസ്. നല്ലൊരു ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പാർട്ടി റിലേഷൻസ്, നല്ലൊരു സൗഹൃദ ബന്ധം, ഒരു ഫ്രണ്ട്ലി റിലേഷൻ, സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പാർട്ടി റിലേഷൻ. അടുത്ത നോക്കിയേ, എൻഷുറിംഗ് സേഫ് ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. സേഫ്റ്റി ആണ് കേട്ടോ. സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ സുരക്ഷ, പേഷ്യന്റിന്റെ, റിലേറ്റീവ്സിന്റെ, ഇവരുടെയൊക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? അതിന്റെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ക്ലീൻ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു നല്ലൊരു അന്തരീക്ഷം, ഒരു സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉറപ്പുവരുത്തുക. ആർക്കൊക്കെ? സ്റ്റാഫിന്, പേഷ്യന്റിന്, റിലേറ്റീവ്സിന്, ഇവർക്കൊക്കെ അവർക്കൊക്കെ സേഫ്റ്റി, ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക. എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. അടുത്ത നോക്കിയേ, ക്വാളിറ്റി റീസ്റ്റെയിനിങ്, ഗുണനിലവാര നിയന്ത്രണം. ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റ്സ്. സാനിറ്ററി എക്യുപ്മെന്റ്സ്, സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സിന്റെയും ക്ലീനിങ് ഏജന്റ്സിന്റെയും ഒക്കെ ആ ഒരു ക്വാളിറ്റി നിയന്ത്രിക്കുക എന്നുള്ളത്. റീസ്റ്റെയിൻ ചെയ്യുക, ഗുണനിലവാരം നിലനിർത്തുക, അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെയും ക്ലീനിങ് ഏജന്റ്സിന്റെയും, എന്താ ക്ലീനിങ് ഏജന്റ്സുകൾ ഉപയോഗിക്കുന്ന സോപ്പ് മുതൽ പിന്നെ ഡിറ്റർജൻസുകള്, അങ്ങനെയുള്ള ബ്ലീച്ച്, അങ്ങനെയുള്ള ക്ലീൻ ചെയ്യാൻ ഫിനോയില്, ഇങ്ങനെയുള്ള ക്ലീനിങ് ഏജന്റ്സ്, അതിന്റെയൊക്കെ എന്താണ്? ക്വാളിറ്റി റീസ്റ്റെയിൻ ചെയ്യുക. റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജന്റ്സ്. അടുത്ത് നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ശരിയായിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന കീപ്പ് ചെയ്യുന്ന റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ ഫീഡ്ബാക്കും നോക്കുക. ഫീഡ്ബാക്കും ഉള്ള റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അതൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഒന്ന് നോക്കുക എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതെന്നുള്ളത്. ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാക്കുണ്ടോ? അതില് ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? രണ്ടെണ്ണം ആദ്യം സെക്കൻഡ് ലൈനില് പോയിന്റില് ലാസ്റ്റത്തെ അത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാട്ടോ. ഫസ്റ്റത്തേല് കംഫർട്ടബിൾ എൻവയോൺമെന്റ് എന്നാക്കുക. കംഫർട്ടബിൾ കഴിഞ്ഞ് എൻവയോൺമെന്റ് ആക്കുക. രണ്ടാമത്തെ പോയിന്റില് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ന് തിരുത്തുക അവിടെ. അറ്റ്മോസ്ഫിയർ. ഓക്കെ. അടുത്തത് ലൊക്കേഷൻ ആണ്. ഇനി എവിടെയാണ് ഈ ഹൗസ് കീപ്പിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, എവിടെയാണ് അതിന്റെ സ്ഥാനം. Housekeeping attends all areas and the department of the hospital. Attendance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവ് എന്നുള്ള മീനിങ് ആട്ടോ. SERVES, serves, സേവനം ചെയ്യുക. ഹൗസ് കീപ്പിംഗ് എല്ലാ ഏരിയയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? അവര് വർക്ക് ചെയ്യുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് serves or attends all areas and departments of the hospital. ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയകളിലും ഡിപ്പാർട്ട്മെന്റിലും ഹൗസ് കീപ്പിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? സേവനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. Though
may be situated in a non-prime area. എവിടെ സിറ്റുവേറ്റ് ചെയ്യണ്ടേ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. They may be situated in a non-prime area. അധികം പ്രധാനമില്ലാത്ത സ്ഥലത്ത് വേണം ഇത് സിറ്റുവേറ്റ് ചെയ്യാൻ. അതിന്റെ ഒരു സ്ഥാനം എന്ന് പറയാം. അധികം പ്രധാനമില്ലാത്ത പ്രദേശത്ത് വേണം. ഇത് നമ്മള് ഫസ്റ്റ് നമ്മള് ഈ ഏതാണ് എമർജൻസി ഇതൊക്കെ കാഷ്വാലിറ്റി ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം. നമ്മൾ പെട്ടെന്ന് ആളുകൾക്ക് ചെല്ലുന്ന രീതിയിൽ ബ്ലഡ് ബാങ്ക് ഇതൊക്കെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് ചെന്നെത്തുന്ന രീതിയിൽ പ്രധാനമുള്ള സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ മോർച്ചറി സർവീസും പറഞ്ഞപ്പോ നമ്മൾ ഫ്രണ്ടിലൊന്നും കൊണ്ടുവന്ന് വെക്കരുത് അല്ലെ. അതൊക്കെ നമ്മൾ ഒരു ഇച്ചിരി കൂടി ഒതുങ്ങിയ രീതിയിൽ എന്നാ ആളുകൾക്ക് ചെല്ലണം. പക്ഷെ എന്താണ് ഫ്രണ്ട് നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലങ്ങളിലൊന്നും ഈ ഹൗസ് കീപ്പിംഗ് അങ്ങനെയുള്ള അതൊന്നും വെക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ചൂലും ബ്രഷും സാധനങ്ങളും അതുപോലെ ഡിറ്റർജൻസും അങ്ങനെ ആ ഒരു സെക്ഷൻ അങ്ങനെയുള്ളത് വെക്കുന്നത് അത്രയും ഇതല്ല. അതാ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലില് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സ്ഥാനം എവിടെ വേണം? അധികം പ്രധാനമല്ലാത്ത ഒരു സ്ഥലത്ത് വേണം. സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. ഇറ്റ് ഷുഡ് ബി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണെന്നില്ല. ഇതിന്റെ എല്ലാവരും നമുക്ക് എന്താ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തുന്ന രീതിയിൽ ഇതിന്റെ ഓരോ ഇതും ഷെൽസും കാര്യങ്ങളും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഫ്ലോറിനും ഇതൊക്കെ കീപ്പ് ചെയ്യേണ്ട വരാം. ഇങ്ങനെ ഇന്ന സ്ഥലം എന്ന് അവിടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അധികം പ്രധാനമില്ലാത്ത സ്ഥലത്ത് വേണം ഇത് സിറ്റുവേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. It should be as far as possible centrally located and close to the vertical transport system to make way for easy movement of housekeeping material and equipments. രണ്ട് കണ്ടീഷൻസ് ആ പറഞ്ഞേക്കുന്നത്. It should be as far as possible centrally located. ഇത് ഒരു സെന്റർ ഭാഗം, ഒരു മധ്യഭാഗത്തായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു മൂലയെ കൊണ്ടുവന്നോ അങ്ങനെ വെക്കാൻ പാടില്ല. ഒരു ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്നൊന്നും വെക്കാൻ പാടില്ല. അത് ഏകദേശം ആ ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ ആണെങ്കിലും ഏകദേശം ഒരു സെന്റർ ഭാഗത്ത് വേണം അത് വെക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? ഓക്കെ. ആൻഡ് ക്ലോസ് ടു ദ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നേരെ അത് ഓരോ ഇതിലേക്കും ഓരോ ഫ്ലോറിലേക്കും ഒക്കെ ഈ മെറ്റീരിയൽസുകള് ഈ ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിന് അത് സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യണം. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് ഈ മെറ്റീരിയൽസിന്റെ ഒക്കെ അത് എക്യുപ്മെന്റ്സുകൾ നേരെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ എളുപ്പത്തില് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുന്നിടത്തോളം അത് സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യണം. അതിന്റെ എന്താണ് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ ആ ഒരു രീതിയിലായിരിക്കണം അത് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ. ഇതിനകത്ത് സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. പിന്നെ നോൺ പ്രൈം ഏരിയ അധികം പ്രധാനമില്ലാത്ത സ്ഥലത്ത് വേണം ലൊക്കേറ്റ് ചെയ്യാൻ. ആസ് ഫാർ ആസ് പോസിബിൾ സെന്ററിൽ ലൊക്കേറ്റഡ് കഴിയുന്നിടത്തോളം അത് സെന്റർ ഭാഗത്തായിരിക്കണം. എന്തുകൊണ്ടാണ്? ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ മൂവ്മെന്റ്സ് അത് ഓരോ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ അതിന്റെ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് ന് വേണ്ടിയിട്ട് അത് സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഇനി അടുത്തത് വരുന്നത് ഓർഗാനോഗ്രാം ആണ്. അതിനകത്ത് 3 സെക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓർഗാനോഗ്രാം എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. ആ ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഹെഡാണ്. ലീഡ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആളാണ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആളാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ഫസ്റ്റ് ലൈൻ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ആരെ ലീഡ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്.
he or she would be able to form, control and develop housekeeping services in a hospital. ഹോസ്പിറ്റലില് ഹൗസ്കീപ്പിംഗ് സർവീസുകൾ അത് രൂപപ്പെടുത്താനും അത് നിയന്ത്രിക്കാനും അത് ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കാനും ഒക്കെ അയാൾക്ക് കഴിയണം. ഹി ഓർ ഷീ, അവന് അല്ലെങ്കിൽ അവൾക്ക് കഴിയണം എന്നാ പറഞ്ഞേക്കുന്നത്. ഷുഡ് ബി ഏബിൾ ടു ഫോം ചെയ്യാൻ, അത് രൂപപ്പെടുത്താൻ, കൺട്രോൾ അതിനെ നിയന്ത്രിക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാൻ എന്താ ഹൗസ്കീപ്പിംഗ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഹൗസ്കീപ്പിംഗ് സർവീസുകളെ രൂപപ്പെടുത്താനും കൺട്രോൾ ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും ഈ എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പർ മാനേജറിന് കഴിയണം. ഇനി രണ്ടാമത്തെ വരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ്കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. ഇവിടെ നോക്കിയേ, ട്രെയിൻഡ് ആൻഡ് അക്വന്റേഡ്. അക്വന്റേഡ് എന്ന് പറഞ്ഞാൽ പരിചയമുള്ള, അക്വന്റേഡ് പരിചയമുള്ള, ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, പരിചയമുള്ള. Trained and acquainted with the housekeeping procedure and able to manage the housekeeping staff. ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയർ, ഹൗസ്കീപ്പിംഗ് നടപടിക്രമങ്ങൾ അതിലൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതും അതിനൊക്കെ ഒരു പരിചയമുള്ള ഒരു ആളായിരിക്കണം. ആൻഡ് ഏബിൾ ടു മാനേജ്. പിന്നെ ഒരു കാര്യം കൂടി എന്താ പറഞ്ഞേക്കണേ, ഹൗസ്കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം. ഹൗസ്കീപ്പിംഗ് സ്റ്റാഫിനെ നിയന്ത്രിക്കാനായിട്ട്, അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണം. പിന്നെ ഹൗസ്കീപ്പിംഗ് പ്രൊസീജിയറിൽ ട്രെയിൻഡ് ആൻഡ് അക്വന്റേഡ് എന്നാണ് കേട്ടോ. acquainted, 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 പരിചയമുള്ള, നല്ല ട്രെയിനിങ് കിട്ടിയ, പരിശീലനം കിട്ടിയ, പരിചയമുള്ള ആളായിരിക്കണം ഏതില്, ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ. ക്ലിയർ ആയോ പോയിന്റ്? പരിചയമുള്ള, പരിശീലനം ലഭിച്ച ആളായിരിക്കണം ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ. ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങളിലൊക്കെ ട്രെയിനിങ് കിട്ടിയതും പരിചയമുള്ള ആളായിരിക്കണം. പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം. പിന്നെ മൂന്നാമത്തെ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ്. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, ഹൗസ് കീപ്പിംഗ് തൊഴിലാളികള്, അടിച്ചു വാരാനും ഒക്കെ ഇങ്ങനെ ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള തൊഴിലാളികൾ, ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിന്റെ നോക്കിയേ, മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട്. അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഒക്കെ വേണോ? അവര് ചെയ്താണ് അവർ എക്സ്പീരിയൻസ് ആണത്. ഫസ്റ്റ് നമ്മൾ അതിലേക്ക് ആ ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇൻഎക്സ്പേർട്ട്, അധികം എക്സ്പീരിയൻസ് ആവശ്യമില്ല. ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്, അവർക്ക് ശമ്പളം എങ്ങനെയാ? ശമ്പളം കുറവുമായിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ ശമ്പളവും അധികം ട്രെയിനിങ്ങും ഒക്കെ കിട്ടാത്ത ആള്, അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാകും ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ. അവര് ചെയ്താണ് അവർക്ക് അതിന്റെ എക്സ്പേർട്ട് ആവണത്. ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതില് കുറെ ഇത് നാളെ ചെയ്ത എക്സ്പീരിയൻസോ അങ്ങനെയുള്ള ഇതൊന്നും വേണമെന്നൊന്നും ഇല്ല. ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിനും കൂടുതൽ അനുഭവ പരിചയം ഇല്ലാത്തവരും, മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട്, കൂടുതൽ അനുഭവ പരിചയം ഇല്ലാത്തവരും, ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്, കുറഞ്ഞ ശമ്പളമുള്ളവരും ആയിരിക്കും. must be well familiar with the housekeeping procedure by training and education. എങ്ങനെയാ? ട്രെയിനിങ്ങിലൂടെ, അവരെ പരിശീലനത്തിലൂടെയും അവർക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങൾ അവർക്ക് നന്നായി പരിചിതമായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ആവണമെന്നില്ല, എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ചെയ്ത് ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ നമ്മൾ എങ്ങനെയാവണം? മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ. ആ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ പരിചിതം ആകണം. ഓക്കെ, നടപടിക്രമങ്ങള് നന്നായി പരിചയമായിരിക്കണം. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ടു ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ. എങ്ങനെയാ? ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ്ങിലൂടെയും
എഡ്യൂക്കേഷനിലൂടെയും ഹൗസ് കീപ്പിംഗ് നടപടിക്രമങ്ങള് എങ്ങനെയായിരിക്കണം? ഫെമിലിയർ ആയിരിക്കണം, പരിചയമായിരിക്കണം. ഓക്കെ, 3 ക്ലിയർ അല്ലേ? ഓർഗാനോഗ്രാം ഏതെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3 എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ, മാനേജർ പറഞ്ഞു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ പറഞ്ഞു, പിന്നെ അടുത്ത് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ക്ലിയർ ആണോ? ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നത് ആരാന്ന് ചോദിക്കാം കേട്ടോ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്, അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള, വലിയ ടഫ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്, ആവശ്യമായിട്ടുള്ള സ്പേസ്, ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ നോക്കിയേ. The following facilities and space are needed for housekeeping. ഹൗസ്കീപ്പിങ്ങിന് ഈ പറയുന്ന സൗകര്യങ്ങളും സ്പേസും ഒക്കെ വേണം. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ വേണ്ടതെന്നുള്ളതാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക ജസ്റ്റ്. അതിന്റെ ഓർഗാനോഗ്രാം നോക്കണം കേട്ടോ. ഓർഗാനോഗ്രാം ഒന്ന് ടിക്കറ്റ് വെച്ചേരെ. The following facilities and space are needed for housekeeping. ഈ താഴെ പറയുന്ന ഫെസിലിറ്റികള് അതുപോലെ സ്പേസും ഈ ഹൗസ് കീപ്പിംഗിന് ആവശ്യമാണ്. ഫസ്റ്റ് നോക്കിയേ, ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ആയിട്ടുള്ള ഒരു ഓഫീസ് വേണം, അതിനുള്ള സ്പേസ് വേണം, അതിനുള്ള സൗകര്യം വേണം അവിടെ. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് വേണ്ട ഒരു ഓഫീസ് വേണം. ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഏരിയ, അവിടെ അതിനുള്ള സ്പേസ് വേണം. ഡേ ടു ഡേ ഓഫീസ് ടാസ്കുകൾ, ക്ലറിക്കൽ വർക്കുകളില്ലേ, അത് ചെയ്യാനുള്ള ഏരിയ വേണം. അടുത്ത നോക്കി, മൂന്നാമത്തെ പോയിന്റ്, ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഡെസ്ക് or office space for supervisors. Office for the assistant executive housekeeper and desk or അല്ലെങ്കിൽ office supervisor or office space for supervisors നുള്ള ഓഫീസ് സ്പേസ് വേണം. ഒരു ഓഫീസും കൂടി അവിടെ പറയുന്നുണ്ട്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്, അല്ലെങ്കിൽ അദ്ദേഹം ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ, സൂപ്പർവൈസർ എന്ന് പറയാം, അദ്ദേഹത്തിനുള്ള ഒരു സ്പേസ് ഓഫീസ് വേണം അവിടെ. അതേ നോക്കിയേ, ഇറ്റ് ഈസ് ഡിസറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ആർ ഫിസിക്കലി located in their connected area of supervision where the personnel under the work. It is desirable. Desirable എന്ന് പറഞ്ഞാൽ അഭികാമ്യം, അഭികാമ്യം. എവിടെ നോക്കിയേ, എവിടെ ആ ഒരു അദ്ദേഹത്തിന് ഉള്ള ഒരു ഓഫീസ് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഡിസറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസേഴ്സ് ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ദർ കണക്റ്റഡ് കൺസേൺഡ് ഏരിയ ഓഫ് സൂപ്പർവിഷൻ വേർ ദ പേഴ്സണൽ അണ്ടർ ദ വർക്ക്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരില്ലേ, അവരെ സൂപ്പർവൈസ് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു എന്താണ് ആ സൂപ്പർവിഷൻ കൊടുക്കാവുന്ന രീതിയിൽ ഫ്ലോർ സൂപ്പർവൈസർമാര് അവരുടെ ആ ഒരു എന്താ പറയാ, ഫ്ലോർ സൂപ്പർവൈസർമാര് അവരുടെ മേൽനോട്ടത്തിലുള്ള അവര് തൊഴിലാളികള് അവര് ജോലി ചെയ്യുന്ന അവരുടെ ബന്ധപ്പെട്ട ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അതായത് അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അവര് ആ ജോലി ചെയ്യുന്ന കൺസേൺഡ് ഏരിയ, അവര് ആ വർക്ക് ചെയ്യുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും അഭികാമ്യം. അപ്പൊ അവരെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാലോ, അവര് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആ സൂപ്പർവൈഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ആ ജോലിക്കാര് അവരുടെ വർക്കിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തായിരിക്കണം
ഈ ഫ്ലോർ സൂപ്പർവൈസറിന് കൊടുക്കേണ്ട ഒരു ഓഫീസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഒത്തിരി ദൂരെയാണ് ഈ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥലം, ഇവിടെയും സൂപ്പർവൈസറിന്റെ ഓഫീസ് ഒത്തിരി ദൂരെയാണെങ്കിൽ എപ്പോഴും ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഇവരെ ഒരു സൂപ്പർവിഷൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവര് ആ സൂപ്പർവൈസറിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ സൂപ്പർവിഷൻ കൊടുക്കേണ്ട ആളുകള് അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയോട് ചേർന്നായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. അതായിരിക്കും ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞേക്കുന്നത്. It is desirable that the floor supervisor are physically located in the concerned area of supervision where the personnel under the worker. Floor സൂപ്പർവൈസർമാര് അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന അവരുടെ ആ ബന്ധപ്പെട്ട മേൽനോട്ട മേഖലയില് ജോലി ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അല്ലെങ്കിൽ അവരുടെ ആ ഓഫീസ് അവിടെ വെക്കുന്നതായിരിക്കും അഭികാമ്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകള് സാധനങ്ങളൊക്കെ വെക്കുന്ന ചൂല്, മോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളില്ലേ, സ്റ്റൂള്, മെഷീൻസുകള്, ഫ്ലോർ മെഷീൻ, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം. സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സിനുള്ള സ്റ്റോറേജ് റൂം വേണം. പിന്നെ അടുത്തത് സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് സപ്ലൈസുകൾ, ഡിറ്റർജന്റ്, സോപ്പ്, ബ്ലീച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് അത് വേണം, സ്റ്റോറേജ് റൂം വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നൊക്കെ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനുള്ള ഒരു ഓഫീസ് വേണം, ക്ലറിക്കൽ വർക്കിനുള്ള ഒരു ഏരിയ വേണം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനുള്ള ഒരു ഓഫീസ് അതിനുള്ള ഒരു ഏരിയ വേണം, പിന്നെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം, ഹൗസ് കീപ്പിംഗ് സപ്ലൈകൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു റൂമും വേണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നിങ്ങൾ ക്ലിയർ ആണ് ഉണ്ടെങ്കിലാണ് അടുത്തതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഞാൻ മാത്രം ഇങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണ്ടോ എന്നുള്ളത് കൂടി അറിയണമല്ലോ. ഇതാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്. അവിടെ ഒരു വേർഡ് ക്ലോസറ്റ്സ് ഓൺ, അത് രണ്ട് മീനിങ് പറയുന്നുണ്ടോ. ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ അലമാര, ഷെൽഫ് എന്നുള്ള ഒരു മീനിങ്ങും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്ലോസറ്റ് അതല്ല. നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഡ്രെയിനേജ് ഫെസിലിറ്റി ഒക്കെ കൊടുക്കൂലേ, അങ്ങനെ നോക്കിയേ. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർസ് throughout the hospital equipped with floor sink and space. ഫ്ലോർ സിങ്ക് അത്രയും നോക്കട്ടോ, അത് അത്രയും നമുക്ക് നോക്കാം. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഫോർ ബാത്റൂം, ടോയ്ലറ്റ് ഒക്കെ ഇല്ലേ, ഇത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓൺ ഓൾ ഫ്ലോർ ത്രൂഔട്ട് ദ ഹോസ്പിറ്റൽ എക്യുപ്ഡ് വിത്ത് ഫ്ലോർ സിങ്ക്. അപ്പൊ അത് എങ്ങനെ വേണം? ഫ്ലോർ സിങ്ക്, നമ്മൾ ടോയ്ലറ്റില് നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ടൊക്കെ വെള്ളം പോകുന്ന ആ സിങ്കില്ലേ, നമ്മൾ ഡ്രെയിനേജ് ആ വെള്ളം നമ്മള് കളയാനായിട്ട് ഡയറക്റ്റ് നമ്മൾ പുറത്തേക്ക് വിടുകയല്ലോ ചെയ്യുന്നേ, ഡയറക്റ്റ് നമ്മൾ പുറത്തേക്ക് കളയല്ല ചെയ്യുന്നത്. അത് നമ്മള് അത് ഫ്ലോർ സിങ്കില്ലേ, തറയിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ പിള്ളേരെ, വെള്ളമൊക്കെ നമ്മൾ കുളിക്കുന്ന വേസ്റ്റ് വെള്ളമൊക്കെ പോകാനായിട്ട് സിങ്ക് വെച്ചിട്ടില്ലേ തറയില്. അത് നമ്മള് നേരെ എങ്ങോട്ടാ, അത് ആ ഇതിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത് അല്ലെ, നമുക്ക് കാണാൻ പറ്റില്ല, ഡേർട്ടി വാട്ടർ ഒഴുകി പോകുന്നത് കാണാൻ പറ്റില്ല. അത് നേരെ നമ്മൾ ചെന്നിട്ട് ആ ഒരു റിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടാങ്കിലേക്കാണ് പോയേക്കുന്നത്. അത് മണ്ണിന്റെ അടിയിലേക്കൂടെയാണ് കൊടുത്തേക്കുന്നത്. അല്ലാതെ നമ്മുടെ മിറ്റത്തേക്കൂടെ ഒന്നും നമ്മൾ കുളിക്കുന്ന വെള്ളമൊന്നും ഒഴുക്കി വിടാൻ പാടില്ലല്ലോ, അതുപോലെ. അപ്പൊ അങ്ങനെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ സിങ്ക് ഉൾപ്പെടെയുള്ള ഒരു ടോയ്ലറ്റ് എല്ലാ ഫ്ലോറിലും വേണമെന്നാ പറഞ്ഞേക്കുന്നത്. ക്ലോസറ്റ്സ്, ഇവിടെ ക്ലോസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ ടോയ്ലറ്റിനെയൊക്കെ ആട്ടോ ക്ലോസറ്റ്സ് എന്ന്, ടോയ്ലറ്റ് ബാത്റൂമിനെയൊക്കെയാണ് ക്ലോസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലോസറ്റിന് ഒരു വേറൊരു മീനിങ് ഉണ്ട്, ഷെൽഫ് എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. ഇവിടെ നമ്മൾ വെൽ എക്യുപ്ഡ് വിത്ത് ഫ്ലോർ സിങ്ക് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് ഈ ഒരു മീനിങ്ങിലേക്ക് എടുക്കാം. ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ് ഓൺ ഓൾ ഫ്ലോർസ് ത്രൂഔട്ട് ദ ഹോസ്പിറ്റൽ എക്യുപ്ഡ് വിത്ത് ഫ്ലോർ സിങ്ക്. അത് ഈ ഫ്ലോർ സിങ്ക് ഉൾപ്പെടെ ഉള്ള ഒരു ക്ലോസറ്റ്സ് എല്ലാ
ഫ്ലോറിലും വേണം. ഹോസ്പിറ്റലിന്റെ എല്ലാ ഫ്ലോറിലും വേണം. ഈ ഡർട്ടി വാട്ടർ ഒക്കെ പുറത്തേക്ക് കളയണ്ടേ, അതിന് വേണ്ടിയിട്ട്. And space on the shelves for housekeeping equipments. ഹൗസ്കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കുന്നതിനുള്ള സ്പേസ്, അതിനുവേണ്ട ഷെൽഫുകൾ ഒക്കെ വേണം. ഷെൽഫ് സ്പേസും വേണം. ദെൻ കാർട്ട്, വണ്ടികള്, സാധനങ്ങളൊക്കെ ഊന്തിക്കൊണ്ട് പോകാൻ, ഈ ലോഷൻ സാധനങ്ങൾ, ബ്രഷ്, ചൂണ്ട സാധനങ്ങൾ, മോപ്പ്, ഇതൊക്കെ അവര് കൈ പിടിച്ചോണ്ട് എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവര് അത് കൊണ്ടുപോകാനുള്ള വണ്ടികള്, കാർട്ട്, ബക്കറ്റ്, സപ്ലൈകള്, ഇതെല്ലാം പ്രത്യേകം അതിനുള്ള സ്പേസ് സാധനങ്ങളൊക്കെ വേണമെന്നാ പറഞ്ഞേക്കുന്നത് അവിടെ. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലില് ഉടനീളമുള്ള എല്ലാ ഫ്ലോറിലും എന്ത് വേണം? ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ് വിത്ത് ഫ്ലോർ സിങ്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. വിത്ത് വെൽ എക്വിപ്ഡ് ഫ്ലോർ സിങ്ക്. ഫ്ലോർ സിങ്ക് ഉൾപ്പെടെയുള്ള അതും കൂടിയുള്ള ക്ലോസറ്റ്സ് വേണം. പിന്നെ അതുപോലെ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള സ്പേസ്, ഷെൽഫ് വേണം. കാർട്ട്, ബക്കറ്റ്, അതിന് വേണ്ട സപ്ലൈകള്, ഇതെല്ലാം ഇതിനുള്ള ഒരു സ്പേസും അവിടെ കൊടുക്കണം. As a part of daily routine, supplies for daily use on the floors and the department should be delivered on their closets directly. ആ ദിനചര്യയുടെ ഭാഗമായിട്ട്, ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അവരുപയോഗിക്കുന്ന സാധനങ്ങള് അവരുടെ ക്ലോസറ്റ്സുകളിൽ നേരിട്ട് എത്തിക്കണം. അതായത് എല്ലാം നമുക്കറിയാലോ, അവരെ ഈ ഓരോ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എന്താ പറയാ, നമ്മള് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അത് നമ്മൾ ഓരോരുത്തരും ഇതല്ല, അവർക്കൊരു ആ ഒരു ഫ്ലോറില് ഇതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നാണ് അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവരത് എത്തിക്കുന്നത്. അവരുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അവർക്ക് ഡെയിലി യൂസിനുള്ള, ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള സാധനങ്ങള് അവരുടെ ആ ക്ലോസറ്റുകളിൽ തന്നെ നേരിട്ട് അവര് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ആ ടോയ്ലറ്റിലേക്ക് ഒക്കെ തന്നെ, ബാത്റൂമിലേക്കൊക്കെ തന്നെ എല്ലാ സാധനങ്ങളും അവര് ഈ ലോഷൻ സാധനങ്ങളൊക്കെ എന്നൊന്നും അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അതൊക്കെ ബാത്റൂമുകളിൽ തന്നെ അതൊക്കെ കീപ്പ് ചെയ്ത് വെക്കണം. അതിനുള്ള വൃത്തിയാക്കാനുള്ള മോപ്പ് സാധനങ്ങള് ഒക്കെ ആ ഒരു ഇത് അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ റൂമൊക്കെ വൃത്തിയാക്കുമ്പോഴൊക്കെ നമ്മളത് അവരെങ്ങനെയാ ചെയ്യുക, അവർക്ക് ഇത് കാര്യങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ അവരുടെ ക്ലീനിങ് സാധനങ്ങളും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹൗസ് കീപ്പിംഗ് സർവീസ് കണ്ടിട്ടില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസും അവിടെ വേണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് അതിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻ ഇതൊക്കെ നമ്മള് സാധാരണ അവര് വന്ന് ചെയ്യുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എങ്കിലും നമ്മളിപ്പോ അഡ്മിറ്റ് ഒക്കെ ആകുമ്പോ അവര് ഓരോ ദിവസം വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ ഫങ്ഷൻസ്. The department is accountable for various tasks. നമ്മൾ ആദ്യം 3 ടാസ്ക് പറഞ്ഞായിരുന്നു ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് the housekeeping department is accountable for various tasks. പല ടാസ്കുകളിൽ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. The following are some of the functions. ഇപ്പൊ ഹൗസ് കീപ്പിംഗിന്റെ ചില ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റത്തെ ഡെയിലി ക്ലീനിങ്. ഫസ്റ്റ് ഫങ്ഷൻ എന്താ? ഡെയിലി ക്ലീനിങ്. എന്നും വൃത്തിയാക്കും അല്ലെ? എല്ലാ ദിവസവും വരില്ലേ? എല്ലാ ദിവസവും അവര് വന്ന് എല്ലാ റൂമും അടിച്ചു വാരി തുടയ്ക്കും. അത് എന്താ? ഡെയിലി ക്ലീനിങ് ആണ് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർ. സ്വീപ്പിംഗ് എന്താ? തൂത്തുവാരുക. മോപ്പിംഗ് തുടയ്ക്കുക. തറ അടിച്ച് തുടയ്ക്കും. ദിസ് കൺസിസ്റ്റ് ഓഫ് sweeping and mopping floor. തറ അടിച്ച് തുടയ്ക്കും. ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്. ഡസ്റ്റിംഗ് ഈ ഫർണിച്ചർ ഇതിനകത്തൊക്കെയുള്ള പൊടി സാധനങ്ങളൊക്കെ അതൊക്കെ തട്ടും. ക്ലീനിങ് ഫിക്സർ വാൾ. ഫിക്സർ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾ ഈ ഭിത്തിയില് ഫിക്സ് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങള്, അതൊക്കെ ക്ലീൻ ചെയ്യും.
സീലിങ്ങുകള്, വിൻഡോ ആൻഡ് ബാത്റൂംസ്, എംപ്റ്റി ട്രാഷ് ആൻഡ് ഒഴിഞ്ഞ ട്രാഷ് എന്ന് പറഞ്ഞ ചവറ്റുകൊട്ട. അവർ അടിച്ചു വാരുന്നതിന്റെ ഒപ്പം തന്നെ ആ വേസ്റ്റും എടുത്തുകൊണ്ട് പോവില്ലേ ഡെയിലി. ആ വേസ്റ്റുകള് നമ്മൾ പേപ്പറോ സാധനങ്ങളോ അങ്ങനെയുള്ള വേസ്റ്റുകള്, ഫുഡിന്റെ വേസ്റ്റുകള്, ഇതെല്ലാം അവർ ഈ അടിച്ചു വാരി തുടയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ അവരത് മാറ്റും. എംപ്റ്റി ട്രാഷ് ചവറ്റുകൊട്ടകളൊക്കെ എന്ത് ചെയ്യുന്നു, അത് ഒഴിപ്പിക്കും, അതായത് അത് എടുത്തോണ്ട് പോകും, കാലിയാക്കും. ആൻഡ് defrosting refrigerators in nursing stations. Defrosting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ നേഴ്സിംഗ് സ്റ്റേഷനിലുള്ള ആ ഐസ് സാധനങ്ങൾ, ഐസ് ഇല്ലേ ഫ്രിഡ്ജിലേക്ക് ഐസുകള് കട്ടയായിട്ടിരിക്കുന്ന അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, തുടച്ച് വൃത്തിയാക്കുന്നു. ഐസ് മാറ്റി തുടച്ച് വൃത്തിയാക്കുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. Defrosting refrigerators in nursing station. Nursing സ്റ്റേഷനിലെ ഫ്രിഡ്ജില് ഐസ് മാറ്റി തുടച്ച് വൃത്തിയാക്കുന്നു. ഇതെല്ലാം ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ്. പക്ഷെ എത്രത്തോളം അത് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എല്ലാ ദിവസവും വിൻഡോയൊക്കെ തുടയ്ക്കോ? ജസ്റ്റ് എല്ലാം അടിച്ച് തുടച്ചു പോകും. ബാത്റൂം ക്ലീൻ ചെയ്യും. ചവറ്റുകൊട്ടയുള്ള ഇതൊക്കെ വേസ്റ്റുകൾ സാധനങ്ങളൊക്കെ മാറ്റും അല്ലെ. വിൻഡോയൊക്കെ എല്ലാ ദിവസമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. എങ്കിലും ഇത് അവരുടെ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർ. അവിടെ നോക്കിയേ, നമ്മൾ തറ അടിച്ച് തുടയ്ക്കുന്നു, ഫർണിച്ചറിലെ പൊടിയൊക്കെ തട്ടിക്കളയുന്നു. ഫിക്സർ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭിത്തിയിലൊക്കെ ഫിക്സ് ചെയ്തേക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യുന്നു. പിന്നെ സീലിങ്ങുകള്, മുകളിലെ സീലിങ്, വിൻഡോസ്, ജനലുകള് ആൻഡ് ബാത്റൂം ഒക്കെ ഡെയിലി ക്ലീൻ ചെയ്യുന്നു. പിന്നെ എംപ്റ്റി ട്രാഷ് ചവറ്റുകുട്ടകളൊക്കെ അത് എംപ്റ്റി ആക്കുന്നു, അതൊക്കെ വേസ്റ്റുകളൊക്കെ എടുക്കുന്നു. ആൻഡ് defrosting refrigerators in nursing station. നേഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്ററിലെ ഐസ് മാറ്റി തുടച്ച് വൃത്തിയാക്കുന്നു. ഇതെല്ലാം ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ്. ഇനി അടുത്ത് നോക്കിയാൽ പീരിയോഡിക് ക്ലീനിങ്. ഇത് എല്ലാ ദിവസത്തെ അല്ല, പീരിയോഡിക് ആണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന നോക്കിയേ, ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്, വിൻഡോ ഒക്കെ കഴുകുന്നത് ഇത് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നതാണ്. വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ക്ലീനിങ് ആട്ടോ. കുറച്ചും കൂടി നമ്മൾ വെറുതെ ഒന്ന് തുടച്ചു പോകുകയല്ല. വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഡീപ് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കുറച്ചും കൂടി ആഴത്തിലുള്ള വൃത്തിയാക്കല്, വെറുതെ തറ തുടയ്ക്കുന്നതിനല്ല, ഡീപ് ക്ലീനിങ് ആണ് വാക്സിംഗ് ഫ്ലോർ എന്ന് പറയുന്നത്. പിന്നെ ക്ലീനിങ് കാർപ്പറ്റ്സ്, ചവിട്ടികളൊക്കെ അതൊറ്റ ഇതായിട്ട് വായിച്ചോ കേട്ടോ. ക്ലീനിങ് കാർപ്പറ്റ്സ് എന്നല്ല, ക്ലീനിങ് കാർപ്പറ്റുകൾ, ചവിട്ടികളൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്, ഒത്തിരി പൊക്കത്തിലുള്ള സീലിംഗ് ഒക്കെ അതിന്റെയൊക്കെ പൊടി തട്ടിക്കളയുന്നു. ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പറികളൊക്കെ, തുണികളൊക്കെ, ഡ്രൈപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. തുണികള് ഈ അവിടെ വിൻഡോയുടെ ഇതോ അല്ലെങ്കിൽ നമ്മളെ ടേബിളിൽ ഇട്ടേക്കുന്ന ക്ലോത്തോ അങ്ങനെയുള്ള ഇതൊക്കെ തുണിത്തരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഡ്രൈപ്പറീസ് എന്ന് പറഞ്ഞ തുണിത്തരങ്ങളാണ്, അതൊക്കെ ചേഞ്ച് ചെയ്യുന്നു, മാറ്റുന്നു. ഇതൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ, ഇതൊന്ന് ടിക്ക് എടുക്കാം. ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന ഏതാണ്, ഈ പീരിയോഡിക് ക്ലീനിങ്ങിൽ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന എന്താ, വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് ഫ്ലോർ, അതായത് ഡീപ് ക്ലീനിങ് ആണ്. ക്ലീനിങ്, വാക്സിംഗ് ഫ്ലോർ, ക്ലീനിങ് അങ്ങനെ ആക്കിയോട്ടോ. അത് സെന്റൻസുകളൊക്കെ കറക്റ്റ് അല്ല, ഫോർമേറ്റ് ബുക്കൊക്കെ അവിടെ ഇവിടേക്കൊക്കെ എടുക്കുന്നത്. വാക്സിംഗ് ഫ്ലോർസ്, ക്ലീനിങ്, വാക്സിംഗ് ഫ്ലോർ, ക്ലീനിങ് അങ്ങനെ പറയാം, കുഴപ്പമില്ല. അത് പിന്നെ ക്ലീനിങ് മാത്രമല്ലേ. അല്ലെങ്കിൽ വാക്സിംഗ് ഫ്ലോർ അത് അങ്ങനെ തന്നെ കൊടുക്കാൻ മതി കേട്ടോ. ആ ക്ലീനിങ് എന്നുള്ളത് ആ കാർപ്പറ്റിന്റെ കൂടെ ചേർക്കാം, അതായിരിക്കും കുറച്ചുകൂടി ആ സെന്റൻസിൽ ഇതാവുന്നത്. വാക്സിംഗ് ഫ്ലോർ എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ്, ഫ്ലോറ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത്.
ക്ലീനിങ് കാർപ്പറ്റ് അങ്ങനെ വായിച്ചാൽ മതി. ക്ലീനിങ് കാർപ്പറ്റ്. അപ്പൊ ക്ലീനിങ് കാർപ്പറ്റ് ആ കോമ അവിടെ കളഞ്ഞേരെ. ക്ലീനിങ് കാർപ്പറ്റ് കേട്ടോ. കാർപ്പറ്റ്സുകളൊക്കെ എല്ലാ ദിവസവും ഒന്നും ചവിട്ടിയൊന്നും അവര് ക്ലീൻ ചെയ്യുമല്ലോ. അതൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന. ക്ലീനിങ് കാർപ്പറ്റ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്, ഉയർന്ന സീലിംഗുള്ള പൊടിയൊക്കെ തട്ടിക്കളയുന്നു. ചേഞ്ചിങ് ഡ്രേപ്പറീസ്, തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ക്ലിയർ ആയോ? പീരിയോഡിക് ക്ലീനിങ്ങില് വാഷിംഗ് വിൻഡോ, വാക്സിംഗ് ഫ്ലോർ, ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രേപ്പറീസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് പറഞ്ഞ എന്താ? TRAS, ചവറ്റുകൊട്ട, വേസ്റ്റ് ബാസ്കറ്റ്, ചവറ്റുകൊട്ടയാണ് ട്രാഷ് എന്ന് പറഞ്ഞത്. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഗാർബേജ് വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുന്നത്. Trash and garbage removal. This includes collecting trash and garbage from various points within the hospital and moving them to the incinerator dumpster, a very large container for rubbish. അതായത് എന്താ, ഈ നമ്മള് ഈ വേസ്റ്റുകളൊക്കെ അല്ലേ, ട്രാഷ്, ചവറ്റുകൊട്ടയിൽ നിന്നുള്ള അല്ലെ മാലിന്യങ്ങളൊക്കെ അത് പല സ്ഥലങ്ങളില്, പല സ്ഥലത്തു നിന്നുള്ള, അല്ലെ പല റൂമുകളിൽ നിന്നുള്ളതോ, അല്ലെ പല പോയിന്റ്, വേരിയസ് പോയിന്റ് എന്ന് പറഞ്ഞേക്കുന്നത്, പല സ്ഥലങ്ങളിൽ നിന്നുള്ളതൊക്കെ കളക്ട് ചെയ്തിട്ട് അതെങ്ങോട്ട് കൊണ്ടുവരും? മൂവിങ് ദം ടു ദ ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ ഡംപ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേസ്റ്റുകളൊക്കെ കത്തിക്കുന്ന ഒരു ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. എ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബിഷ് എന്നുവെച്ചാൽ ഒരു ഇതെല്ലാം കൊണ്ടുവന്ന് കളക്ട് ചെയ്യുന്ന ഒരു കുപ്പ, ഒരു ഇതെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു വലിയൊരു കണ്ടെയ്നർ പോലെ അതിലിട്ട്, ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന് കത്തിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. കത്തിക്കുക അല്ലെങ്കിൽ ചാമ്പലാക്കുക എന്നുള്ളത്. അപ്പൊ അതെല്ലാം അങ്ങോട്ടേക്ക് ഒരു വലിയ ഒരു ഡംസ്റ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? കത്തിച്ച് കളയുന്നു. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. അടുത്തത് നാലാമത്തെ ഡിസ്ചാർജ് ക്ലീനിങ് ആണ്. ഡിസ്ചാർജ് ക്ലീനിങ് അറിയാലോ. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ എല്ലാം അവര് ക്ലീൻ ചെയ്യും. സാധാരണ നമ്മള് ഡെയിലി വന്ന് ക്ലീൻ ചെയ്യണ പോലെ അല്ല ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവിടെ എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം നല്ല ക്ലീൻ ചെയ്യുന്നതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ്, transfer of the patient and making it ready for another patient. മനസ്സിലായത്? ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? This include cleaning the patient room after discharge. ഡിസ്ചാർജിന് ശേഷം പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുന്നു. അന്ന് എന്തിനു വേണ്ടിയിട്ടാ? ട്രാൻസ്ഫർ ടു പേഷ്യന്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ അനദർ യൂസ്. അപ്പോ അടുത്ത ഒരു പേഷ്യന്റിന് അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മള് റെഡിയാക്കാണ്. ഇതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുക. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ആ റൂം വേറൊരു പേഷ്യന്റിന് ഉപയോഗിക്കാൻ വേണ്ടി ക്ലീൻ ആക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ചാർജ് ക്ലീനിങ്. എക്സ്ട്രിമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്. അടുത്തത് എക്സ്ട്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക. എക്സ്ട്രിമിനേഷൻ. ബഗ്സ് ആൻഡ് പെസ്റ്റ്. ബഗ്സ് കീടങ്ങളെയും ചെറിയ പ്രാണികളെയൊക്കെ എന്ത് ചെയ്യുക? ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക. എക്സ്ട്രിമിനേഷൻ ബഗ്സ് ആൻഡ് പെസ്റ്റ്. ബഗുകള്, പെസ്റ്റുകള്, ചെറിയ കീടങ്ങളെയും പ്രാണികളെയൊക്കെ ഉന്മൂലനം ചെയ്യുക. അടുത്ത് നോക്കിയേ, 6th one. Preventing spread of infection and ensuring condition for good patient care. Preventing of infection, preventing spread of infection. ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. ആൻഡ് എൻഷുറിങ്, ഉറപ്പുവരുത്തുന്നു. കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു പേഷ്യന്റിന് സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നു. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുകയും അതുപോലെ എൻഷുറിങ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല രോഗി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. നല്ലൊരു കണ്ടീഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കിയ വാട്ടറി ഇൻഡോർ പ്ലാന്റ്സ്. സെവൻത് ഫംഗ്ഷൻ ആണ്. ഇൻഡോർ പ്ലാന്റുകളൊക്കെ എന്ത് ചെയ്യുക? നനയ്ക്കുക. വാട്ടറിങ്
ഇൻഡോർ പ്ലാന്റ്. ഇത്രയും ഫങ്ഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഏതൊക്കെ വരുന്ന ഫങ്ഷൻസ്? ഡെയിലി ക്ലീനിങ്, അത് സാധാരണ ചെയ്യുന്നതാണ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത പീരിയോഡിക് ക്ലീനിങ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്, എല്ലാ ദിവസവും വരുന്നതല്ല. പീരിയോഡിക് ക്ലീനിങ്. പിന്നെ അതിനകത്ത് വരുന്നത് ഏതൊക്കെയാ നോക്കാം. വാഷിംഗ് വിൻഡോ, വാക്സിംഗ് ഫ്ലോർ, ക്ലീനിങ് കാർപ്പറ്റ്, ഡസ്റ്റിംഗ്, ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പറീസ്. പിന്നെ അടുത്ത ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവല്, ചവിറ്റുകൊട്ട വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുന്നത്. അത് പല പോയിന്റിൽ ഇരിക്കുന്നതൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് ഒരു ഇൻസിനേറ്റർ, അത് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡംസ്റ്ററിലേക്ക്, ഒരു വലിയൊരു കുപ്പയിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു കണ്ടെയ്നറിലേക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അത് കത്തിക്കുക ചെയ്യുന്നത്. ഇൻസിനേറ്റർ ഡംസ്റ്റർ, എ വെരി ലാർജ് കണ്ടെയ്നർ ആണത് ഫോർ റബിഷ്. നെക്സ്റ്റ് ഡിസ്ചാർജ് ക്ലീനിങ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് അടുത്ത ഒരു പേഷ്യന്റിന് അത് ഉപയോഗിക്കാൻ ഒരു ആപ്റ്റ് ആക്കുന്നത്, അതിനു വേണ്ടിയുള്ള ക്ലീനിങ് ആണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രിമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്, ബഗ്കളെയും പെസ്റ്റിനെയും ഉന്മൂലനം ചെയ്യുന്നു. പിന്നെ അടുത്ത ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു, പേഷ്യൻസിന് നല്ലൊരു കണ്ടീഷൻ പ്രദാനം ചെയ്യുന്നു. പിന്നെ 7th വൺ വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ഇനി അടുത്ത് നോക്കിയ ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. 2 ടൈപ്പ് ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്. ഇൻ ഹൗസ് സർവീസും വരുന്നുണ്ട്, ഔട്ട്സോഴ്സിംഗ് സർവീസും വരുന്നുണ്ട്. ഓക്കെ, ഇൻ ഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇൻസോഴ്സിംഗ് അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള നിലവിലുള്ള ജോലിക്കാരെ ഉപയോഗിച്ചിട്ട് അവരെ ജോലി ഏൽപ്പിക്കുന്ന രീതി. ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ കേട്ടോ. ഇൻസോഴ്സിംഗ് ഇസ് എ പ്രാക്ടീസ് ഓഫ് അസൈനിങ് ദിസ് വർക്ക് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. എന്താണ്? ഇൻ ഹൗസ് ആണ് അല്ലെങ്കിൽ സർവീസ് ആണ്. ഇത് തന്നെ അറിയാം നമുക്ക്. നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്നതാണ് ഇൻ ഹൗസ് സർവീസ്. നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്നതാണ് ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് സർവീസോ, ജോലി ചെയ്യുന്നതിനായിട്ട് ഒരു പുറം കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിനെയൊക്കെ ഏൽപ്പിക്കുന്നതാണ്, നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ്. ഇത് രണ്ടും ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അവിടെ നിലവിലുള്ള ജോലിക്കാരെ ഉപയോഗിച്ചിട്ട് ഈ ജോലികൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കരാറിനെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കോ ഇങ്ങനെയുള്ള ജോലി ഏൽപ്പിക്കുന്നതുണ്ട്. ഓക്കെ, 2 തരത്തിലുണ്ട് ഹൗസ് കീപ്പിംഗ്. ഏതൊക്കെയാ? ഇൻ ഹൗസ് സർവീസ് അല്ലെങ്കിൽ ഇൻ ഹൗസ് ഇൻസോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഇൻ ഹൗസ് സർവീസസ് ഓർ ഇൻസോഴ്സിംഗ് സർവീസ്. രണ്ടാമത്തെ ഔട്ട്സോഴ്സിംഗ് സർവീസ്. അതിനകത്ത് ഒരു ടേബിൾ ആണ് പറഞ്ഞേക്കുന്നത്. ടേബിളില് അതിന്റെ ഡിഫറൻസ് ടേബിളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ. ഓരോ ഇലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇൻ ഹൗസ് സർവീസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണെന്നാണ് ആ ടേബിൾ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ടേബിൾ ഒന്ന് നോക്കാം നമുക്ക്. നമ്പർ നോക്കി, എണ്ണം, ജോലിക്കാരുടെ എണ്ണാണ് അവിടെ പറയുന്നത്. ഇൻ ഹൗസ് സർവീസിൽ എങ്ങനെയാ? ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ. ഫിക്സ്ഡ് ആയിരിക്കും, ഒരു സ്ഥിരം ആളുകളായിരിക്കും, സ്ഥിര എണ്ണം ആളുകളായിരിക്കും. ഒരു ഓതറൈസേഷന്റെ അനുമതിയോട് കൂടി അത് ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ. ഓതറൈസേഷന്റെ അനുസരിച്ച് അത് ഫിക്സ്ഡ് ആയിരിക്കും. ഇത്ര എണ്ണം ആളുകൾ, ആ നമ്പർ എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും, ഫിക്സ്ഡ് ആണ്. ഇവിടെ നോക്കി ഔട്ട്സോഴ്സിംഗ് സർവീസ്. അപ്പൊ പുറമെ ജോലി നമ്മൾ ഏൽപ്പിക്കുകയാണ്, ഒരു കോൺട്രാക്ടറിനെ ആരെയൊക്കെ നമ്മൾ ആ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. അപ്പൊ അവിടുത്തെ നമ്പർ എങ്ങനെയാ? ജോലിക്കാരുടെ എണ്ണം ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് അവിടെ നമ്പർ വ്യത്യാസപ്പെടാം. ജോലിക്കാരുടെ നമ്പർ വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് ജോലിക്കാരുടെ നമ്പർ വ്യത്യാസപ്പെടാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നമ്മൾ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വേണ്ടി വരും. നമ്പർ അപ്പൊ കൂടുതലാ. കുറച്ച് ജോലി ഉള്ളെങ്കിൽ ആ കോൺട്രാക്ടർ കുറച്ച് ആളുകൾ വന്നാൽ മതിയാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കി. ഇതിന്നൊന്നും ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ചോദിക്കൂല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കി, കൺട്രോൾ എങ്ങനെയാ? ഹോസ്പിറ്റലിൽ നേരിട്ട് കൺട്രോൾ ആണ്, അവിടെ ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഇവിടെ ഔട്ട്സോഴ്സ് സർവീസിലോ ഇങ്ങനെ കൺട്രോളോ
ത്രൂ കോൺട്രാക്ടർ. അവിടെ ആര് വഴിയാണ് അവിടെ ജോലിക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? കോൺട്രാക്ടർ വഴി അല്ലെ? അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ഹോസ്പിറ്റലിൽ നേരിട്ട് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൺട്രോൾ ആവശ്യമില്ല. കൺട്രോള് ഇൻ ഹൗസ് സർവീസിൽ ഡയറക്റ്റ് കൺട്രോള്, ദെൻ ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണ്? ത്രൂ കോൺട്രാക്ടർ. കോൺട്രാക്ടർ വഴിയായിരിക്കും. ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എങ്ങനെയാ? ഇവിടെ ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, നീണ്ട ഭരണ പ്രക്രിയ അനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ ഡിസിപ്ലിൻ അവിടുത്തെ ആ ഒരു ഭരണ പ്രക്രിയ അനുസരിച്ചായിരിക്കും. ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, നീണ്ട ഭരണ പ്രക്രിയ അനുസരിച്ച്. ഇവിടെ നോക്കിയേ, ഇവിടത്തെ ഡിസിപ്ലിൻ എങ്ങനെയാ? റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതിന്റെ ഡിസിപ്ലിൻ. ആ കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത്. ഇവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഉത്തരവാദിത്തം ആർക്കെയാണ്? കോൺട്രാക്ടറിന്റെയാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. അടുത്ത നോക്കിയേ, ഫോർത്ത് വൺ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ ആ കണ്ടിന്യൂറ്റി എങ്ങനെയാ? അഷ്യൂറൻസ് അഷ്യൂസ് hence standard of service can be more stable. അത് അഷ്യൂർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. ആ സ്റ്റാഫിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി ഹോസ്പിറ്റല് അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇൻ ഹൗസ് സർവീസ് ആണ്, അവിടെ അഷ്യൂർ ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുന്നുണ്ട്. അഷ്യൂർ ഹെൻസ് ഉറപ്പ് നൽകുന്നു. ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. ആ സർവീസ് സേവന നിലവാരം എങ്ങനെയായിരിക്കും? കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അത് സുസ്ഥിരമായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. സേവന നിലവാരം സ്റ്റാൻഡേർഡ് എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. അടുത്ത നോക്കിയേ, ഇവിടെ ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാ? Staff can keep on changing, hence standard of service can vary. Staff എങ്ങനെയാ? അത് ചേഞ്ച് ചെയ്യാം. സ്റ്റാഫിന് ഇന്ന സ്റ്റാഫുകളെന്ന് നമുക്ക് അവിടെ ഉറപ്പ് പറയാൻ പറ്റില്ല. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്. അവര് പല ഇതാവാം. ജീവനക്കാർ അവിടെ മാറിക്കൊണ്ടിരിക്കാം. നമ്മളിപ്പോ ഒരു കോൺട്രാക്ട് പുറമേ നിന്ന് ജോലിക്കാർ വരിക, എപ്പോഴും സ്ഥിരമാണെന്നില്ല, സ്ഥിരം ജോലിക്കാരൊക്കെ ആണെന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റാഫ് അവിടെ വേരി ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് എങ്ങനെയായിരിക്കും? ആ സ്റ്റാൻഡേർഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് വ്യത്യാസപ്പെട്ടിരിക്കും. ആ ജോലിക്കാരെ അവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ജോലിക്കാരൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഇതായിരിക്കും. അപ്പൊ അതാണ് ആ സ്റ്റാഫ് വേരി ചെയ്യുന്നതിന്റെ അനുസരിച്ച്, ചേഞ്ച് ചെയ്യുന്നതിന്റെ അനുസരിച്ച് സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ജീവനക്കാരെ അവിടെ മാറിക്കൊണ്ടിരിക്കും. അതിനാൽ തന്നെ ആ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. സർവീസിന്റെ സ്റ്റാൻഡേർഡ് അവിടെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ, 5 ലീവ്. അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി. ഇവിടെ എങ്ങനെയാ? നോ ലീവ് റിലീഫ്. ലീവ് റിലീഫ് ഇല്ല അവിടെ, സ്ഥിരമാണ് അവിടത്തെ. അതിന്റെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകൾ തന്നെയാണ്. നോ ലീവ് റിലീഫ്. ഇവിടെ നോക്കിയാൽ കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ്. ഇവിടെ ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ലീവ് റിലീഫ് ആരാണ്? കോൺട്രാക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സോ സ്പെസിഫൈഡ് ഇൻ ദ PORS ടേംസ് ഓഫ് റെഫറൻസ്. കരാറുകാരുടെ ആണ് അവധിക്ക് ഇളവ് നൽകുന്നത്. അവധിക്ക് ഇളവ് നൽകുന്നത് ആ കോൺട്രാക്ടർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലീവ് റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺട്രാക്ടർ ആണ്. ഓക്കെ, കോൺട്രാക്ടർ പ്രൊവൈഡ്സ് ലീവ് റിലീഫ്. കോൺട്രാക്ടർ ആണ് അവധിക്ക് ഒരു ഇളവ് നൽകുന്നത്. എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു കോൺട്രാക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവധിക്ക് ഇളവ് കോൺട്രാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നോക്കിയ ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ? laid down by authorities. അധികാരി നിശ്ചയിച്ച പ്രകാരമാണ് ജോബ്. അവിടെ അധികാരികൾ നിശ്ചയിച്ച പ്രകാരം തന്നെ അതോറിറ്റി ആണ്. അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമായിരിക്കും ജോലി എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ laid down by authorities. അതോറിറ്റി നിശ്ചയിച്ച പ്രകാരമായിരിക്കും അവിടെ ജോബ്. ഇവിടെ നോക്കിയേ, ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കരാറുകാരന്റെ നിബന്ധനയില് അനുസരിച്ചായിരിക്കും അവിടെ.
കരാറുകാരന്റെ അല്ലെങ്കിൽ ആ കോൺട്രാക്ടറിന്റെ നിബന്ധനയുടെ അനുസരിച്ചായിരിക്കും ജോബ്. അയാളായിരിക്കും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. ഇന്ന ജോലി ഇന്ന ആളുകൾ എന്നുള്ളത് പറയുന്നത്. ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട് ഒരു കരാറുകാരന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ എങ്ങനെയാ അതോറിറ്റിയാ പറയുന്നത്, ലെയ്ഡ് ഡൗൺ ബൈ അതോറിറ്റി ആണ് അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. ഇനി അടുത്തൊക്കെ എൻഷുറിങ് ക്വാളിറ്റി. ഇനി ക്വാളിറ്റി ഉറപ്പുവരുത്തുക എങ്ങനെയാ, ഗുണനിലവാരം എങ്ങനെയാണോ എൻഷുർ ചെയ്യുന്നത്. അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചിലപ്പോൾ നമുക്ക് ഇത് പരിപാലിക്കാൻ എളുപ്പമാണ്, അത് എങ്ങനെയാണ് ഡിഫിക്കൽട്ട് ആണെന്നാ പറയുന്നത്. അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. ഇതെങ്ങനെയാ, ഡെലിവറബിൾ should be clearly split out with the inbuilt penalties for poor performance. കണ്ടോ, ഇതെങ്ങനെയാ ഡെലിവറികൾ അത് ചെയ്യാവുന്നത് വ്യക്തമായി എഴുതിയിരിക്കണം. ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽറ്റ്. ആ ക്വാളിറ്റി അതായത് അവർ വ്യക്തമായിട്ട് അത് പറഞ്ഞിരിക്കണം കോൺട്രാക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എന്തെങ്കിലും ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു, ഇൻബിൽറ്റ് പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. അങ്ങനെ ചീത്തായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കുറവില് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പിഴ ഈടാക്കും. എന്താ പറഞ്ഞേക്കുന്നത്, പിഴ അവിടെ ഈടാക്കും. ഓക്കെ, എൻഷുറിങ് ക്വാളിറ്റി ഇവിടെ എങ്ങനെയാ, അറ്റ് ദ ടൈം ഡിഫിക്കൽട്ട് മെയിൻറ്റെയിൻ. ചില സമയത്ത് നമുക്ക് പരിപാലിക്കാൻ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. ഇവിടെ എങ്ങനെയാ, ഒരു കോൺട്രാക്ടറിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരാണ് ഡെലിവർ ചെയ്യുന്നത്. കൃത്യമായിട്ട് അവര് പറഞ്ഞിരിക്കും. അഥവാ എന്തെങ്കിലും പൂർ പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ അത് പൂർ ആണെങ്കിൽ, കുറവല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് അതിനുള്ള പിഴ ഈടാക്കുന്നുണ്ട്. ഓക്കെ, ആ ടേബിൾ ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു എന്നുള്ളൂ കേട്ടോ. ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ നമ്മളങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നാളെ ഉണ്ടല്ലോ, ബാക്കി നോക്കാം. ഓക്കെ, ടേബിളിനുള്ള വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് തന്നുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ എടുത്തതിൽ ആ മെയിൻ ആയിട്ട് നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞതില് അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, നോൺ പ്രൈം ഏരിയ എന്നുള്ളത്, അത് നോക്കാം. പിന്നെ അടുത്ത ഓർഗാനോഗ്രാം ഇല്ലേ, ഓർഗാനോഗ്രാം ഒന്ന് നോക്കി വെക്കാം. എക്സാം ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. ഏകദേശം ഒക്കെ എല്ലാവർക്കും തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ ഒരു ചാപ്റ്റർ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഷെറീന മിസ്സിന്റെ ചാപ്റ്റർ തീർന്നിട്ടില്ലല്ലോ, മിസ്സിന് കുറച്ച് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിഷ മാം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞില്ലേ, ഷെറീന മിസ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സ് ഞാനും ട്രീസ മാമും നിഷ മാമും കൂടിയും അത് ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കുകയാണ്. നമ്മൾ അത് സിമ്പിൾ ചാപ്റ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചില്ലേ, അതിന്റെ ബേസ് ചെയ്ത് തന്നെ ചാപ്റ്റർ ആണ്. കുറച്ച് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളേ ഉള്ളൂ. അത് വലിയ ചെറിയൊരു ചാപ്റ്റർ ആണ്. അത് നമുക്ക് ഒരു ചാപ്റ്റർ കൂടി ഇത് കഴിഞ്ഞാൽ എടുക്കേണ്ടതുണ്ട്. അതും കൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതായത് ഈ മാസം കൊണ്ട് നമ്മൾ തീർക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോ എക്സാമിന്റെ ഡേറ്റ് ഇവിടെ വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിന്റെ ഓർഗാനോഗ്രാം നമ്മൾ നോക്കണം. പിന്നെ ഫങ്ഷൻസ് ഇതിന് ഏതെങ്കിലും ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഡെയിലി ക്ലീനിങ്ങിൽ ചെയ്യുന്ന കാര്യം ഏതൊക്കെയാ, അല്ലെങ്കിൽ പീരിയോഡിക് ക്ലീനിങ്ങിൽ ചെയ്യുന്നത് ഏതാണ്, അങ്ങനെയുള്ളത് അത് രണ്ടും ഒന്ന് നോക്കി വെക്കുക ഇതിനകത്ത് വരുന്നത്. പിന്നെ 2 ടൈപ്പ് ഹൗസ് കീപ്പിംഗ് ഏതൊക്കെയാണെന്നും വേണമെങ്കിൽ ചോദിക്കാം. ടേബിളിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആ ഫെസിലിറ്റീസ് ആണ്, അത് ജസ്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ.